ഏവർക്കും നമസ്കാരം. അഡ്വോക്ക് ലേണിംഗിലേക്ക് സ്വാഗതം. 2021 ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിന്റെ ചോദ്യപേപ്പറാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ആദ്യത്തെ 50 ചോദ്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തു. ബാക്കി ചോദ്യങ്ങൾ നമുക്ക് ഇന്ന് നോക്കാം. 51ാമത്തെ ചോദ്യം, 3 സംഖ്യകളുടെ ഗുണനഫലം 100 ആണ്. ഇവ കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യയുടെ അവസാനത്തെ അക്കം 3 ആണ്. അങ്ങനെയെങ്കിൽ ഇവയിൽ രണ്ടാമത്തെ വലിയ സംഖ്യ ഏതാണ്? ഇത് ചെയ്തു നോക്കുന്ന സമയത്ത് ഓപ്ഷൻ എ ആണ് നമുക്ക് ലഭിക്കുക. അതായത് 2 എന്നുള്ള ഉത്തരമായിരിക്കും നമുക്ക് ലഭിക്കുക. 52ാമത്തെ ചോദ്യം, രാജു ഒരു സൈക്കിൾ വാങ്ങി 1 വർഷത്തിന് ശേഷം 20% വിലക്കുറവിൽ വിറ്റു. ആ സൈക്കിൾ 10% വിലക്കുറവിൽ വിറ്റിരുന്നെങ്കിൽ രാജുവിന് 100 രൂപ അധികം കിട്ടിയേനെ. എങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന സംഖ്യകളിൽ ഏതാണ് രാജുവിന്റെ സൈക്കിളിന്റെ വില? ഓപ്ഷൻ എ 1000, ഓപ്ഷൻ ബി 1200, ഓപ്ഷൻ സി 1500, ഓപ്ഷൻ ഡി 2000. ഓപ്ഷൻ എ ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം, 1000. 53ാമത്തെ ചോദ്യം, 1/3, 5/7, 2/9, 9/14, 7/12. ഈ സംഖ്യകൾ ആരോഹണ ക്രമത്തിൽ എഴുതിയാൽ നമുക്ക് കിട്ടുന്ന സംഖ്യ ഏതാണ്? 53ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. അതായത് 2/9, 1/3, 7/12, 9/14, 5/7 എന്നിങ്ങനെയാണ് ഇവ ആരോഹണ ക്രമത്തിൽ എഴുതിയാൽ കിട്ടുന്നത്. 54ാമത്തെ ചോദ്യം, ഒരു ആശുപത്രി വാർഡിൽ 25% ആളുകൾ COVID-19 ബാധിതരാണ്. ഇതിൽ 100 പേർ പുരുഷന്മാരും 10 പേർ ട്രാൻസ്ജെൻഡേഴ്സും ബാക്കി സ്ത്രീകളുമാണ്. ആ വാർഡിൽ 300 സ്ത്രീകൾ ഉണ്ടായിരുന്നെങ്കിൽ അവർ മൊത്തം ജനസംഖ്യയുടെ 50% വരുമായിരുന്നു. അങ്ങനെയെങ്കിൽ എത്ര സ്ത്രീകളാണ് രോഗബാധിതരായിട്ട് ഉള്ളത്? 54ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, 40. 55ാമത്തെ ചോദ്യം, 2 വർഷത്തേക്ക് 10.5% ലഘു പലിശയിൽ നിക്ഷേപിച്ചിരിക്കുന്ന തുകയ്ക്ക് 2 വർഷത്തേന് കിട്ടുന്ന കൂട്ടുപലിശയും തുല്യസംഖ്യ തന്നെയാണ്. അങ്ങനെയെങ്കിൽ കൂട്ടുപലിശ എത്ര ശതമാനമാണ്? ഓപ്ഷൻ എ 9.75%, ഓപ്ഷൻ ബി 10%, ഓപ്ഷൻ സി 10.25%, ഓപ്ഷൻ ഡി 10.5%. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, 10%. 56ാമത്തെ ചോദ്യം, 4 3 സംഖ്യകളുടെ ശരാശരി 335 കണക്കാക്കിയിരിക്കുന്നു. എന്നാൽ അതിൽ 8 എന്ന അക്കം ഒരു സംഖ്യയുടെ 2ാം സ്ഥാനത്തും മറ്റൊരു സംഖ്യയുടെ 3ാം സ്ഥാനത്തും ആണുള്ളത്. ഇത് 3 എന്ന് തെറ്റായി വായിച്ചു എന്ന് മനസ്സിലാക്കി. ഈ തെറ്റ് പരിഹരിച്ചാൽ ഈ 4 സംഖ്യകളുടെ ശരാശരി എത്ര ആയിരിക്കും? ഇത് ചെയ്തു നോക്കുന്ന സമയത്ത് ഓപ്ഷൻ ബി ആണ് നമുക്ക് ലഭിക്കുക, 348.75. 57ാമത്തെ ചോദ്യം, 220 സ്ക്വയർ ഫീറ്റ് വ്യാപ്തിയുള്ള ഒരു തറയിൽ ടൈൽസ് ഇടുന്നതിനായി 2x2 ഫീറ്റും 4x2 ഫീറ്റും വിസ്തീർണമുള്ള ടൈൽസ് ലഭ്യമാണ്. ഈ ടൈൽസിന്റെ ഒരെണ്ണത്തിന്റെ വില 50 രൂപയും 80 രൂപയുമാണ്. അങ്ങനെയെങ്കിൽ ആ തറയിൽ ടൈൽ പതിപ്പിക്കാനുള്ള ഏറ്റവും കുറഞ്ഞ ചെലവ് എത്രയാണ്? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, 2210 രൂപ. 58ാമത്തെ ചോദ്യം, രാജു 20 ദിവസത്തിൽ പൂർത്തിയാക്കുന്ന ജോലി റാണി 15 ദിവസത്തിൽ പൂർത്തിയാക്കും. സാഹിൽ അത് 12 ദിവസത്തിൽ പൂർത്തിയാക്കും. ഇവർ മൂവരും 2 ദിവസം ഈ ജോലി ചെയ്തതിനു ശേഷം ബാക്കി ജോലി രാജു മാത്രം തുടരുന്നുവെങ്കിൽ രാജുവിന് എത്ര ദിവസം അധികമായി വേണ്ടിവരും? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, 12 ദിവസം. 59ാമത്തെ ചോദ്യം, എയും ബിയും നിക്ഷേപ റേഷ്യോ 5:10 ഒരു ബിസിനസ് തുടങ്ങി. സി ഈ കൂട്ടായ്മയിൽ പിന്നീട് വരികയും 20,000 രൂപ നിക്ഷേപിക്കുകയും ചെയ്തു. അതേസമയം എയും ബിയും 2000 വീതം നിക്ഷേപിച്ചു. ഇപ്പോൾ എ ബി സിയുടെ നിക്ഷേപ റേഷ്യോ 10:15:25 ആണ്.
അങ്ങനെയെങ്കിൽ എ ആദ്യം നിക്ഷേപിച്ചത് എത്രയാണ്? ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം 6000. അടുത്ത ചോദ്യം, 100 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 20 സെക്കൻഡിൽ ഒരു പാലത്തിലൂടെ കടന്നുപോകും. ആ ട്രെയിനിന്റെ സ്പീഡ് 10 മീറ്റർ പെർ സെക്കൻഡ് കൂട്ടിയാൽ ട്രെയിൻ പാലത്തിലൂടെ 10 സെക്കൻഡിൽ കടന്നുപോകും. അങ്ങനെയെങ്കിൽ പാലത്തിന്റെ നീളം എത്രയാണ്? ഓപ്ഷൻ എ 70, ഓപ്ഷൻ ബി 80, ഓപ്ഷൻ സി 90, ഓപ്ഷൻ ഡി 100. ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ഡി ആണ് 100. 61ാമത്തെ ചോദ്യം, ഒരു ട്രെയിൻ എല്ലാ വ്യാഴാഴ്ചയും ശനിയാഴ്ചയും ഓടും. 2020 ജനുവരി 1 ഒരു ബുധനാഴ്ച ആണെങ്കിൽ 2020 എത്ര പ്രാവശ്യം ആ ട്രെയിൻ ഓടിയിട്ട് ഉണ്ടാവും? ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം 105 പ്രാവശ്യം. 62ാമത്തെ ചോദ്യം, 5 മണിക്ക് ശേഷം എത്ര മിനിറ്റിന് ശേഷമായിരിക്കാം ക്ലോക്കിന്റെ മിനിറ്റ് സൂചി മണിക്കൂർ സൂചിയെ ആദ്യമായി കടന്നുപോയത്? 62ാമത്തെ ചോദ്യം പിന്നീട് PSC ഡിലീറ്റ് ചെയ്ത ഒരു ചോദ്യമാണ്. 63ാമത്തെ ചോദ്യം, എ 40 മീറ്റർ തന്റെ ഓഫീസിൽ നിന്ന് വടക്ക് ദിശയിലേക്ക് നടക്കും. അതിനുശേഷം വലത്തോട്ട് തിരിഞ്ഞ് 8 മീറ്റർ വീണ്ടും നടക്കും. വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 34 മീറ്റർ നടക്കും. അങ്ങനെയെങ്കിൽ എ ഇപ്പോൾ തന്റെ ഓഫീസിൽ നിന്ന് എത്ര ദൂരെയാണ്? ഓപ്ഷൻ എ 8, ഓപ്ഷൻ ബി 10, ഓപ്ഷൻ സി 12, ഓപ്ഷൻ ഡി 14. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം 10. 64ാമത്തെ ചോദ്യം, ഒരു സുരക്ഷാ സിസ്റ്റത്തിൽ 3 എന്ന അക്കം 7 4 എന്നത് 14 5 എന്നത് 24 മാറ്റിയിരിക്കണം. അങ്ങനെയെങ്കിൽ 6നും 7നും പകരം ഉപയോഗിക്കുന്ന സംഖ്യ ഏതൊക്കെയായിരിക്കും? ഈ ചോദ്യം പിന്നീട് PSC ക്യാൻസൽ ചെയ്ത ഒരു ചോദ്യമാണ്. അടുത്ത ചോദ്യം, എയ്ക്ക് ബിയേക്കാൾ മാർക്ക് കൂടുതലുണ്ട്, ബിക്ക് ഡിയേക്കാൾ കുറഞ്ഞ മാർക്കാണ് ഉള്ളത്. എന്നാൽ ഇയേക്കാളും ഉയർന്ന മാർക്കുണ്ട്. അതിൽ സിക്ക് ഡിയേക്കാൾ ഉയർന്ന മാർക്കുണ്ട്. എങ്കിൽ താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? ഓപ്ഷൻ എ ഡിക്കാണ് ഏറ്റവും കുറഞ്ഞ മാർക്ക്, ഓപ്ഷൻ ബി ബിക്കാണ് ഏറ്റവും കൂടുതൽ മാർക്ക്, ഓപ്ഷൻ എ എയ്ക്ക് ആണ് ഏറ്റവും കൂടുതൽ മാർക്ക്, ഓപ്ഷൻ ഡി ഇക്കാണ് പുറകിൽ നിന്ന് 2ാം സ്ഥാനമാണ് ഉള്ളത്. ഇവിടെ 65ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. അതായത് എയ്ക്കാണ് ഏറ്റവും കൂടുതൽ മാർക്ക്. 66ാമത്തെ ചോദ്യം, 66ാമത്തെ ചോദ്യം ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇത് ചെയ്തു നോക്കുന്ന സമയത്ത് ഓപ്ഷൻ എ നമുക്ക് ലഭിക്കും. 67ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ഒറ്റ ആയത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ റേഡിയോ സ്പീക്കർ, ഓപ്ഷൻ ബി ഫോൺ സിം കാർഡ്, ഓപ്ഷൻ സി CPU പ്രോസസർ, ഓപ്ഷൻ ഡി ചെടി ചട്ടി. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ഒറ്റയായത്, ചെടി ചട്ടി എന്നുള്ളത്. 68ാമത്തെ ചോദ്യം, COW എന്നത് ERAD എന്നും RAT എന്നത് TXXS എന്നും HEN എന്നത് JHRI എന്നുമാണെങ്കിൽ FOX എന്തായിരിക്കും? ഈ ചോദ്യം പിന്നീട് PSC ക്യാൻസൽ ചെയ്ത ചോദ്യമാണ്. 69ാമത്തെ ചോദ്യം, PQR എന്നിവരുടെ സഹോദരിയാണ് C. ക്യൂവിന്റെ അച്ഛൻ D ആണ്. P എന്നയാൾ Yയുടെ പുത്രനാണ്. അങ്ങനെയെങ്കിൽ താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ എ R എന്നയാൾ ഡിയുടെ പുത്രിയാണ്, ഓപ്ഷൻ ബി Q എന്നയാൾ സിയുടെ സഹോദരിയാണ്, സി Q എന്നയാൾ Yയുടെ പുത്രിയും പിയുടെ സഹോദരിയുമാണ്, ഡി സിയുടെ അമ്മയാണ് Y. ഇതിൽ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, സിയുടെ അമ്മയാണ് Y. 70ാമത്തെ ചോദ്യം, ഒരു ഘടികാരം ഓരോ മണിക്കൂറിലും 1 മിനിറ്റ് വീതം കൂടുതൽ ഓടും. 1 മണിയായപ്പോൾ ഈ ക്ലോക്കിലെ സമയം ശരിയാക്കി പുനഃസ്ഥാപിച്ചു. ഇപ്പോൾ കണ്ണാടിയിൽ ക്ലോക്ക് കാണിച്ച സമയം, അതായത് മിറർ ഇമേജ് 4:33 ആണെങ്കിൽ ഏകദേശ സമയം എത്രയായി? ഓപ്ഷൻ സി ആണ് ഉത്തരം 7:20. ഇനിയും നമ്മൾ നോക്കാൻ പോകുന്നത് ഇംഗ്ലീഷിലെ 20 ചോദ്യങ്ങളാണ്. 71ാമത്തെ ചോദ്യം, അഡ് എ ക്വസ്റ്റ്യൻ ടാഗ് ഐ ടോൾഡ് യു. ഇവിടെ ക്വസ്റ്റ്യൻ ടാഗ് കണ്ടുപിടിക്കാനുള്ള ചോദ്യമാണ്. ഓപ്ഷൻ എ ഡിഡ് ഐ,
ഓപ്ഷൻ ബി ഡിഡിൻറ്റ് ഐ, ഓപ്ഷൻ സി ഹാവ് ഐ, ഓപ്ഷൻ ഡി ഹാവിൻറ്റ് ഐ. ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. ഡിഡിൻറ്റ് ഐ എന്നുള്ളതാണ് ഈ ചോദ്യത്തിന്റെ ആൻസർ. 72ാമത്തെ ചോദ്യം. വിത്തൗട്ട് സൂപ്പർവിഷൻ ചിൽഡ്രൻ മൈറ്റ് ഈറ്റ് അൺഹെൽത്തി ഫുഡ് ഓർ ലീഡ് എ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ. ഐഡന്റിഫൈ ദ മീനിങ് ഓഫ് ദ അണ്ടർലൈൻഡ് വേർഡ്. ഇവിടെ സെഡൻറ്ററി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം കണ്ടുപിടിക്കാനാണ്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം, ഇനാക്റ്റീവ്. 73ാമത്തെ ചോദ്യം. ഐഡന്റിഫൈ ദ കറക്റ്റ് സ്പെല്ലിംഗ് ഔട്ട് ഓഫ് ദ ഫോളോയിങ്. കറക്റ്റ് ആയിട്ടുള്ള സ്പെല്ലിംഗ് ഉള്ള വേർഡ് കണ്ടുപിടിക്കാനുള്ള ചോദ്യമാണ്. ഓപ്ഷൻ സി ആണ് ഇവിടെ ശരിയായിട്ടുള്ളത്. 74ാമത്തെ ചോദ്യം. He said his job is to attend the diseases of eye. Give a one-word substitute of the underlined word. ഓപ്ഷൻ എ ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം, ഒഫ്താൽമോളജിസ്റ്റ്. 75ാമത്തെ ചോദ്യം. What is the meaning of idiomatic expression in the following sentence? Our entire class is puking in its boots. ഇവിടെ ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, ടു ട്രെമ്പിൾ വിത്ത് ഫിയർ ഓർ നെർവസ്നെസ്. 76ാമത്തെ ചോദ്യം. ഫില്ലിംഗ് ദ ബ്ലാങ്ക് വിത്ത് ദ അപ്രോപ്രിയേറ്റ് വേർഡ്. ദ മാനേജർ ഡാഷ് എ പേ ഹൈക്ക് നെക്സ്റ്റ് മന്ത്. 76ാമത്തെ ചോദ്യത്തിന് ആൻസർ ഓപ്ഷൻ ഡി ആണ്. 77ാമത്തെ ചോദ്യം. Choose the word nearly opposite in meaning to the word fact. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, ഫിക്ഷൻ. അടുത്തത് 78ാമത്തെ ചോദ്യമാണ്. 78ാമത്തെ ചോദ്യം PSC പിന്നീട് ക്യാൻസൽ ചെയ്ത ഒരു ചോദ്യമാണ്. 79ാമത്തെ ചോദ്യം. ഫില്ലിംഗ് ദ ബ്ലാങ്ക് വിത്ത് അപ്രോപ്രിയേറ്റ് വേർഡ്. ദ ബ്രദേഴ്സ് ടുഗദർ വിത്ത് ദെയർ സിസ്റ്റേഴ്സ് ഡാഷ് ഹിയർ. ഇവിടെ 79ാമത്തെ ചോദ്യത്തിലെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, ആർ എന്ന് പറയുന്നതാണ് ഇവിടെ ഉത്തരം. 80. ഫില്ലിംഗ് ദ ബ്ലാങ്ക്. മൈ മദർ ഹെൽപ്പ് മീ ഡാഷ് മൈ ഹോംവർക്ക്. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, ഡു. 81ാമത്തെ ചോദ്യം. പിക്ക് ദ ഓപ്ഷൻ ദാറ്റ് ടേൺസ് ദ സെന്റൻസ് പാസീവ്. Something dash happen or they would be here by now. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, മസ്റ്റ് ഹാവ്. 82ാമത്തെ ചോദ്യം. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വിത്ത് ആർട്ടിക്കിൾ. ആർട്ടിക്കിൾ ചേർക്കാനുള്ള ചോദ്യമാണ്. മിസ്റ്റർ ബജാജ് വാസ് ഡാഷ് വെരി പ്രസ്റ്റീഡിയസ് പേഴ്സൺ ഹു ലിവ് ഇൻ ഡാഷ് സ്മോൾ ഹൗസ് വിത്ത് ഡാഷ് ബ്യൂട്ടിഫുൾ ഗാർഡൻ. ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അതായത് ഇവിടെ എ എന്ന് പറയുന്നതാണ് വരുന്നത്, ഇവിടെയും എ എന്ന ആർട്ടിക്കിൾ ആണ് വരുന്നത്, ഇവിടെയും എ എന്ന് പറയുന്ന ആർട്ടിക്കിൾ തന്നെയാണ് വരുന്നത്. 83ാമത്തെ ചോദ്യം. ചൂസ് അപ്രോപ്രിയേറ്റ് മോഡൽസ് ഫ്രം ദ ഓപ്ഷൻസ് ബിലോ. കമല ടുക്ക് എ ലോങ് ഫ്ലൈറ്റ് ഫ്രം ടാൻസാനിയ. ഷീ ഡാഷ് ബി എക്സോസ്റ്റഡ് ആഫ്റ്റർ ദാറ്റ്. ഐ ടോൾഡ് ഹെർ യു ഡാഷ് റെസ്റ്റ് ഡിയർ. ഇവിടെ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, മസ്റ്റ് ഷുഡ്. ആദ്യത്തെ ഇവിടെ മസ്റ്റ് എന്നാണ് വരിക, രണ്ടാമത്തതിന്റെ അവിടെ ഷുഡ് എന്നാണ് വരിക. 84ാമത്തെ ചോദ്യം. കറക്റ്റ് ദ സെന്റൻസ് ഇഫ് ദർ ഈസ് ആൻ എറർ. യു ക്യാൻ പാസ് ദ എക്സാമിനേഷൻ ഇഫ് യു ആർ ആൻസർ ദ ക്വസ്റ്റ്യൻസ് വിത്ത് പ്രിസിഷൻ, അക്യുറേറ്റ്ലി ആൻഡ് ക്വിക്ലി. ഓപ്ഷൻ എ ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. 85ാമത്തെ ചോദ്യം. Complete the sentence. If Zuhra lent us her car, we dash. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, could go to ആലുവ. 86ാമത്തെ ചോദ്യം. Pick a proposition. I am accustomed dash hard work. ഇവിടെ ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, ടു. 87ാമത്തെ ചോദ്യം. Single the odd one out. ഇവിടെ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം, ഷിപ്രക്. 88ാമത്തെ ചോദ്യം. മിഥുൻ ഹാസ് എ ഡാഷ് ഓഫ് ഡോക്ടേഴ്സ്. സെലക്ട് ദ കറക്റ്റ് ഫോം ഓഫ് ട്രസ്റ്റ്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം, ഡിസ്ട്രസ്റ്റ്. 89ാമത്തെ ചോദ്യം.
യൂസ് എ ഫ്രേസൽ വെർബ്. ഹി ഡസ് നോട്ട് ഡാഷ് എനി മിസ്ബിഹേവിയർ ഇൻ ഹിസ് ക്ലാസ്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. പുട്ടപ്പ് വിത്ത്. 90-ാമത്തെ ചോദ്യം. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് പ്രൈമ ഫേസി? ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അറ്റ് ഫസ്റ്റ് വ്യൂ. മലയാളത്തിലെ ചോദ്യങ്ങളാണ്. 91-ാമത്തെ ചോദ്യം. ശരിയായ രൂപം ഏതാണ്? 91-ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ജീവച്ഛവം എന്ന് ഇങ്ങനെയാണ് കൃത്യമായിട്ട് എഴുതുന്നത്. ഓപ്ഷൻ എ തെറ്റാണ്, ഓപ്ഷൻ സി തെറ്റാണ്, അതോടൊപ്പം തന്നെ ഓപ്ഷൻ ഡിയും ഇവിടെ തെറ്റാണ്. 92-ാമത്തെ ചോദ്യം. സഹിതം എന്നതിന്റെ വിപരീത പദം എന്താണ്? ഓപ്ഷൻ എ അഹിതം, ഓപ്ഷൻ ബി ദുർഹിതം, ഓപ്ഷൻ സി രഹിതം, ഓപ്ഷൻ ഡി അപഹിതം. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. രഹിതം. അതായത് സഹിതം എന്ന പദത്തിന്റെ വിപരീതമാണ് രഹിതം. ഒരുപാട് തവണ PSCയുടെ ചോദ്യപേപ്പറുകളിൽ ആവർത്തിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഇത്. 93-ാമത്തെ ചോദ്യം. പറയുന്ന ആൾ ഒറ്റപ്പദം ഏതാണ്? പറയുന്ന ആൾ എന്ന രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒറ്റപ്പദമാണ് ഓപ്ഷൻ ബി വക്താവ്. ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. വക്താവ്. 94. സ്ട്രൈക്ക് ബ്രേക്കർ എന്നതിന്റെ സമാന മലയാള ശൈലി എന്താണ്? 94-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. കരിങ്കാലി. 95. ജലം പര്യായ പദം ഏതാണ്? ജലത്തിന്റെ പര്യായ പദം കണ്ടുപിടിക്കാനുള്ള ചോദ്യമാണ്. ഓപ്ഷൻ എ നീരജം, ഓപ്ഷൻ ബി മരന്തം, ഓപ്ഷൻ സി അമ്പുതം, ഓപ്ഷൻ ഡി അപ്പ്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. അപ്പ്. അപ്പ് എന്ന് പറഞ്ഞാൽ ജലം എന്നതിന്റെ പര്യായ പദം ആണ്. 96-ാമത്തെ ചോദ്യം. കണ്ടു എന്നത് പിരിച്ചെഴുതുക. കണ്ടു എന്നത് പിരിച്ചെഴുതുന്ന സമയത്ത് ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. കൺ പ്ലസ് തു എന്നാണ് കണ്ടു എന്ന് നമ്മൾ എഴുതുന്നത്. 97-ാമത്തെ ചോദ്യം. പുല്ലിംഗ സ്ത്രീലിംഗ ജോഡികളിൽ തെറ്റായിട്ടുള്ളത് ഏതാണ്? ഓപ്ഷൻ എ യാചകൻ യാചകി, ഓപ്ഷൻ ബി ലേഖകൻ ലേഖക, ഓപ്ഷൻ സി സാക്ഷി സാക്ഷിണി, ഓപ്ഷൻ ഡി ഘാതികൻ ഘാതിക. ഇവിടെ തെറ്റായിട്ടുള്ള ജോഡി കണ്ടുപിടിക്കാനുള്ള ചോദ്യമായിരുന്നു. എന്നാൽ PSC അവസാനം ഈ ചോദ്യം ഡിലീറ്റ് ചെയ്തു. 98-ാമത്തെ ചോദ്യം. കഷ്ടപ്പെടുത്തുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ശൈലി ഏതാണ്? ഓപ്ഷൻ എ നക്ഷത്രം എണ്ണിക്കുക, ഓപ്ഷൻ ബി കാട് കയറുക, ഓപ്ഷൻ സി ഉമ്മാക്കി കാട്ടുക, ഓപ്ഷൻ ഡി കണ്ണിൽ മണ്ണിടുക. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. നക്ഷത്രം എണ്ണിക്കുക. നക്ഷത്രം എണ്ണിക്കുക എന്ന് പറയുന്നത് കഷ്ടപ്പെടുത്തുക എന്ന രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു ശൈലിയാണ്. 99-ാമത്തെ ചോദ്യം. ആ അധികം കാലം. ഇത് ചേർത്ത് എഴുതിയാൽ എന്താവും? അകാലം, ആക്കാലം, അക്കാലം, ആക്കാലം. ഓപ്ഷൻ സി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. അക്കാലം. 100-ാമത്തെ ചോദ്യം. തെറ്റായ വാക്യം ഏതാണ്? ഈ ചോദ്യം പിന്നീട് PSC ക്യാൻസൽ ചെയ്ത ചോദ്യമാണ്. ഇതോടുകൂടി 100 ചോദ്യങ്ങൾ അവസാനിച്ചിരിക്കുന്നു. മത്സര പരീക്ഷകളിൽ മുൻകാല ചോദ്യങ്ങൾ ചെയ്തു പഠിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. ഈ ചോദ്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും വായിച്ച് മനസ്സിലാക്കി പഠിക്കുക. മറ്റൊരു ചോദ്യപേപ്പറുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഏവർക്കും നന്ദി.